Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 5 പേർ മരിച്ചു. മരിച്ചത് പുത്തൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ. ഒരാൾ കാലിച്ചാനടുക്കം സ്വദേശി. അപകടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പുത്തൂർ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി 4 പേരുടെ വിയോഗം. പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തി. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആവശ്യത്തിന് ഫ്രീസറുകളില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ചെറുകുന്നിൽ അപകടത്തിൽ മരിച്ചവരിൽ 3 പേരുടെ മൃതദേഹം സൂക്ഷിച്ചത് സ്ട്രക്ചറിൽ. ആവശ്യത്തിന് ഫ്രീസർ ഒരുക്കണമെന്ന് ആവശ്യം. പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസ് മെയ് 1 മുതൽ 5 വരെ നടക്കും. മെയ് 1 രാവിലെ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 5 പേർ മരിച്ചു. കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ മരിച്ചവരിൽ 5 പേരിൽ 4 പേരും കരിവെള്ളൂർ പുത്തൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവരാണ്. നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരാൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടിട്ടും കാറിലുള്ളവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. 1 മണിക്കൂറിനു ശേഷം പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കാർ വെട്ടിപ്പൊളിച്ച ശേഷമാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. മൃതദേഹം പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ മരണപ്പെട്ട 5 പേരിൽ 4 പേരും കരിവെള്ളൂർ പുത്തൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവരാണ്. രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടന്നത്. പഴയങ്ങാടി ഭാഗത്ത് വിട്ടു പോകുന്ന കാറും സ്വിഫ്റ്റ് കാറും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വലിയ അപകടമാണ് സംഭവിച്ചത്. കാറിൽ കുട്ടികളടക്കം 5 പേരുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം ഓടിയെത്തി ഫയർഫോഴ്സിൽ കൂടി ചേർന്ന് വന്നുകൊണ്ടാണ് കാറ് വെട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുക്കുകയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. കാനത്തിൽ കൃഷ്ണൻ, മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, കൃഷ്ണന്റെ മകൻ അജിത് കുമാറിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ച കരിവെള്ളൂർ സ്വദേശികൾ. സുധാകരനും സുധാകരന്റെ സുഹൃത്ത് മരിച്ച ഡ്രൈവർ KN പത്മകുമാറും ഭീമനടി സ്വദേശികളാണ്. അജിതയുടെ മകൻ സൗരവിനെ കോഴിക്കോട് CIക്ക് ചേർത്ത് മടങ്ങുമ്പോഴാണ് നനച്ചിരിക്കാതെ മരണം ഇവരെ തട്ടിയെടുത്തത്. സുധാകരന്റെ ജ്യേഷ്ഠന്റെയാണ് അപകടത്തിൽപ്പെട്ട കാർ. കരിവെള്ളൂർ ബസാറിലെ പഴയ ബീഡി തൊഴിലാളിയാണ് കൃഷ്ണൻ. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ എത്തിയ ദുരന്ത വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് കരിവെള്ളൂർ പുത്തൂർ ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ, പഴയങ്ങാടി.
ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി 4 പേരുടെ വിയോഗം. പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. പുത്തൂർ LP സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടായത്. അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച ദിവസം, എങ്ങും ദുഃഖം തളംകെട്ടി നിന്ന കറുത്ത ദിവസമായി മാത്രമേ പുത്തൂർ ഗ്രാമം ഏപ്രിൽ 30-നെ കാണൂ. മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള അപകട വാർത്ത കേട്ടാണ് ചൊവ്വാഴ്ച പുത്തൂർ നാട് ഉണർന്നത്. പ്രിയപ്പെട്ട 4 പേരാണ് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി മറഞ്ഞുപോയത്. അപകടത്തിൽ മരിച്ച പുത്തൂരിലെ കൊഴുമൽ കൃഷ്ണൻ, മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, അജിതയുടെ സഹോദരൻ്റെ മകൻ, പുത്തൂർ LP സ്കൂൾ 3-ാം ക്ലാസ് വിദ്യാർത്ഥി ആകാശ് എന്നിവരുടെ മൃതദേഹം വൈകുന്നേരം 4 മണിയോടെയാണ് പുത്തൂരിൽ എത്തിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്തിച്ച മൃതദേഹം പുത്തൂർ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാറിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. നേതാക്കളായ TI മധുസൂദനൻ MLA, M ബിജിൻ MLA, CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച MV ബാലകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, മുൻ MLA C കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV ലേജു, MV സുനിൽകുമാർ, കോൺഗ്രസ് നേതാവ് K ജയരാജ്, CPI നേതാവ് KV ബാബു ഉൾപ്പെടെ ഉള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം കക്കിരിയാട് സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ചെറുകുന്നിലുണ്ടായ അപകടത്തിൽ നാടിനെ ആകെ നടുക്കിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഒരു ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. ഒരു കുടുംബത്തിലെ 4 പേരുൾപ്പെടെയാണ് 5 പേർ വിട്ടുപിരിഞ്ഞത് അപകടത്തിൽ. അവരുടെ മൃതദേഹം വൈകുന്നേരം 3:30 പുത്തൂർ സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർ, സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. ആകാശ് പഠിക്കുന്ന പുത്തൂർ സ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചത്. നിറകണ്ണുകളോടെയാണ് ആകാശ് ഉൾപ്പെടെ എല്ലാവർക്കും ഈ പൊതുജന നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും യാത്രാമൊഴിയേക്കിയത്. ക്യാമറമാൻ സേതു നടമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. ഏപ്രിൽ 30 പുത്തൂരിലെ ജനങ്ങൾക്ക് അത്ര വേഗത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമാകും. ഒരു നാടിനെ ആകെ നടുക്കിയ അപകടത്തിൽ പുത്തൂരിലെ ഒരു കുടുംബത്തിലെ 4 പേർ ഉൾപ്പെടെ 5 പേരാണ് ഓർമ്മയായത്. കരിവള്ളൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് പുത്തൂർ എന്ന ഗ്രാമം. ചൊവ്വാഴ്ച പുത്തൂർ നാട് ഉണരുന്നത് തന്നെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത കേട്ടാണ്. വെള്ളരിക്കുണ്ടിലുള്ളവരാണ് മരിച്ചതെന്ന തരത്തിൽ ആദ്യം വാർത്ത പരന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ളവർ അത്ര കാര്യമായി എടുത്തിരുന്നില്ല അപകടം. പിന്നീടാണ് പുത്തൂരിലെ കാനത്തിൽ കൃഷ്ണനും കുടുംബാംഗങ്ങളുമാണ് മരിച്ചതെന്ന് അറിയുന്നത്. ഇതോടെ പ്രദേശമാകെ മൂകമായി. നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് കൃഷ്ണനും കുടുംബവും. അതുകൊണ്ട് തന്നെ ഇവരുടെ വിയോഗം എല്ലാവർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ദീർഘകാലം കരിവള്ളൂരിൽ വീട് തൊഴിലാളിയായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ വലിയൊരു പരിചിത വലയം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കൊച്ചുമകൻ സൗരവ് CAക്ക് ചേരുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുടുംബം. ഈ സന്തോഷത്തിനിടയിലാണ് ദുരന്തം കുടുംബത്തെ തേടിയെത്തിയത്. ലക്ഷ്മിയാണ് കൃഷ്ണൻ്റെ ഭാര്യ. അജിതയെ കൂടാതെ അജിത്ത് എന്നൊരു മകൻ കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. അജിത്ത് ഐശ്വര്യ ദമ്പതികളുടെ മകൻ ആകാശാണ് അപകടത്തിൽ മരിച്ചത്. പുത്തൂർ LP സ്കൂൾ വിദ്യാർത്ഥിയാണ്. അദ്വൈത് സഹോദരൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ MLAമാരായ TI മധുസൂദനൻ, M വിജിൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജുവും അനുശോചനം അറിയിച്ചു. 2 നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള, ആളുകളെ സ്തബ്ധമാക്കിയിട്ടുള്ള സംഭവമാണ് ഇന്നലെ രാത്രി നടന്നിട്ടുള്ള 5 പേരുടെ ജീവൻ അപഹരിച്ച അപകടം. അത്യാഹിതം. കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂരും ഈ സുധാകരൻ്റെ ജന്മനാട്ടിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വേദനാനിർഭരമായ സംഭവമാണ് ഇന്നലെ നടന്നത്. രാത്രിയേറെ വൈകിയാണ് നാട്ടുകാരാകെ ഈ കാര്യങ്ങൾ അറിയുന്നത്. ജനങ്ങളും പോലീസുമെല്ലാം വിവരം അറിഞ്ഞയുടൻ തന്നെ ഇടപെട്ടിരുന്നെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
റോഡ് അപകടങ്ങൾ നമ്മളെല്ലാം മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചെറിയൊരു 3ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി ഉൾപ്പെടെ ഒരു കുടുംബമാകെ, വണ്ടി എടുത്തിരുന്ന ഡ്രൈവറായിട്ടുള്ളൊരു മനുഷ്യൻ ഉൾപ്പെടെ 5 പേര് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ അത്യാഘാതമായിട്ടുള്ള ദുഃഖമാണ് എല്ലാവരിലും ആ സംഭവം ഉണ്ടാക്കുന്നത്. സന്തത കുടുംബങ്ങളെയും നാട്ടുകാരുടെ സങ്കടത്തോടുമൊപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ദുഃഖ വാർത്തയോടുകൂടിയാണ് ഇന്ന് നേരം പുലർന്നത്. ഇന്നലെ ചെറുകുന്നിലുണ്ടായ വാഹനാപകടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട 5 പേരെയാണ് നഷ്ടമായത്, ഒരു കുഞ്ഞുമോൻ ഉൾപ്പെടെ. തീർത്തും വേദനാകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ നാട് ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്ത കൂടിയാണ് ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തെ തുടർന്ന് ഉണ്ടായത്. 5 പേരുടെ ദേഹവിയോഗമെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്, ഏറെ വേദന നൽകുന്നതാണ്. അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ആ ദുഃഖം, നാട്ടുകാർക്ക് ആകെ ഉണ്ടായിട്ടുള്ള ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. 5 പേരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പം അർപ്പിക്കുക. ചെറുകുന്നിൽ ഇന്നലെ ഉണ്ടായ അപകടം നമ്മുടെ നാടിനെ ആകെ, കരുവള്ളൂർ പെർളം പഞ്ചായത്തിനെ ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലാണ് 5 പേരുടെ മരണവും ഓരോ ജനഹൃദയങ്ങളിലേക്കും എത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് ഒരു അശ്രദ്ധ മൂലം ഒരു ആക്സിഡൻറ്റിൽ പെട്ട് നഷ്ടപ്പെട്ടത്. ഇതിന് നമ്മുടെ നാടിനു വേണ്ടി കരുവള്ളൂർ പെർളം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ചെറുകുന്ന് പുന്നച്ചേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് മരിച്ച 5 പേരുടെയും മൃതദേഹം 3 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ മുതൽ ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രി തന്നെ പോലീസ് നടപടികൾ ആരംഭിച്ചതിനാൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തിച്ചേർന്നിരുന്നു. കൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടമാണ് ആദ്യം പൂർത്തിയായത്. 4 മണിയോടെ മറ്റുള്ളവരുടെ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 4 ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. തിങ്കളാഴ്ച രാത്രി മൃതദേഹങ്ങൾ മോർച്ചറിയിൽ എത്തിച്ചതു മുതൽ തളിപ്പറമ്പ് CH സെന്റർ മയ്യത്ത് പരിപാലന കൺവീനർ PV അബ്ദുൾ ഷുക്കൂറിൻ്റെയും കോർഡിനേറ്റർ നജ്മുദ്ദീൻ്റെയും നേതൃത്വത്തിൽ വളണ്ടിയർമാരായ KP അബ്ദു, അഫ്സൽ, റിയാസ് എന്നിവർ ആവശ്യമായ സഹായവുമായി ബന്ധുക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. TI മധുസൂദനൻ MLA, കരുവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, മുസ്ലിം ലീഗ് നേതാവ് ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഫ്രീസറുകൾ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ചെറുകുന്നിൽ നടന്ന അപകടത്തിൽ മരിച്ചവരിൽ 3 പേരുടെ മൃതദേഹം സൂക്ഷിക്കാനുള്ള ഫ്രീസർ മാത്രമാണ് ഉണ്ടായത്. ഇത് കാരണം 2 മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് സ്ട്രക്ചറിലായിരുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിലായതിനാൽ വാഹനാപകടത്തിൽ മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് സ്ട്രക്ചറുകളിലാണ്. തിങ്കളാഴ്ച രാത്രി ചെറുകുന്ന് പുന്നച്ചേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 5 പേരാണ് മരിച്ചത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ 3 എണ്ണം സൂക്ഷിക്കാനുള്ള ഫ്രീസറുകൾ മാത്രമാണ് ഒഴിവുണ്ടായത്. 2 മൃതദേഹങ്ങൾ പുറത്ത് സ്ട്രക്ചറിൽ തന്നെ കിടത്തുകയായിരുന്നു. 12 ഫ്രീസറുകളിൽ നിലവിൽ 5 എണ്ണം മാത്രമാണ് പ്രവർത്തനയോഗ്യമായുള്ളത്. ചൊവ്വാഴ്ച രാവിലെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുമ്പോഴേക്കും ഒരു മൃതദേഹത്തിൽ നിന്നും അസാധാരണ ഗന്ധം ഉയർന്നതായി നാട്ടുകാർ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള MLC കേസുകൾ ഭൂരിഭാഗവും എത്തുന്നത് പരിയാരത്തായതിനാൽ മോർച്ചറി ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിലുള്ള ഫ്രീസറുകൾ റിപ്പയർ ചെയ്യുന്നതിനും പുതുതായി അനുവദിച്ച 6 ഫ്രീസറുകൾ സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്നും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി PV അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. ഗവൺമെൻറ് കണ്ണ് തുറന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും UDFിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ബോഡികളോടെങ്കിലും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ അനാസ്ഥ കാണിക്കുന്ന ഗവൺമെൻറ്റും മെഡിക്കൽ കോളേജും ഈ ബോഡികളോടെങ്കിലും ഒരു ആദരവ് കാണിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടെങ്കിലും ഫ്രീസറിൽ വെച്ച് ബോഡികളെ സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കണമെന്ന് വളരെ കർക്കശ നിലപാടോടുകൂടി തന്നെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
ദുരന്തപാതയായി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം പൊലിഞ്ഞത് 100-ലേറെ ജീവനുകൾ. റോഡ് സുരക്ഷയ്ക്ക് കോടികൾ ചിലവഴിച്ചിട്ടും ഫലമുണ്ടായില്ല. ഡ്രൈവിംഗിലെ അശ്രദ്ധ അപകടങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫൈസൽ പറയുന്നു. ഒന്നും രണ്ടുമല്ല, 100-ലധികം അപകടങ്ങളാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഇതിനകം നടന്നിട്ടുള്ളത്. 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പെട്രോൾ പമ്പിന് സമീപത്ത് ഉണ്ടായ അപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ നിർമ്മിച്ച റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലാണെന്നായിരുന്നു അധികൃതരുടെ വാദം. പയ്യന്നൂരിനും കണ്ണൂരിനും ഇടയിലുള്ള യാത്രയ്ക്ക് 8 കിലോമീറ്റർ ദൂരക്കുറവ് ലഭിക്കുമെന്നതിനാൽ ദേശീയപാതയിലൂടെ പോകേണ്ടുന്ന മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് നിലവിൽ കടന്നുപോകുന്നത്. ചെറുതും വലുതുമായി നൂറുകണക്കിന് അപകടങ്ങൾ നടന്ന പാതയാണിത്. നേരത്തെ 100-ലേറെ ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞു. 500-ലധികം ആളുകൾക്ക് വിവിധ അപകടങ്ങളിൽ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്ന അപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. 1 മണിക്കൂർ കഴിഞ്ഞ് വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഞാൻ പോയി വണ്ടി സൈഡാക്കി ഫാമിലിയോട് പറഞ്ഞു അവിടെ വണ്ടിയിലിരിക്കൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കാൻ വേണ്ടി പോയി. അപ്പം എങ്ങനെയും ഇതെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ വണ്ടിക്കിട്ട് വലിച്ച് കയറിലിട്ട് വലിച്ച് എങ്ങനെയും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫയർഫോഴ്സ് സാറെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ വിളിച്ച് അവർ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അവർ വന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഈ ബോഡി എല്ലാം എടുക്കുന്നത്. KSTP റോഡിൽ അപകടങ്ങൾ നടക്കുമ്പോൾ ഓടിയെത്തുന്ന ആളാണ് പഴയങ്ങാടിയിലെ ഇട്ടമ്മൽ ഫൈസൽ. കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഫൈസൽ അപകടം നടന്ന വിവരം അറിയുന്നത്. കുടുംബാംഗങ്ങളെ ഓട്ടോയിൽ ഇരുത്തി ഫൈസലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. വാഹന ഡ്രൈവർമാരുടെ അമിത വേഗത അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് ഇവിടെ. KSTP റോഡ് മരണപാതയായി മാറിയിരിക്കുകയാണെന്ന് ഫൈസൽ പറയുന്നു. അപകടം വരുന്നത് ശ്രദ്ധിക്കാത്ത ഡ്രൈവിങ്, വേറൊന്നുമല്ല. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ എന്താണ്? റോഡിപ്പോൾ എല്ലായിടത്തും കുണ്ടും കുഴിയും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കട്ട് ചെയ്തിട്ട് വലത്ത് ഭാഗത്തേക്ക് കൂടിയും ഇടത്ത് ഭാഗത്തേക്ക് കൂടിയെല്ലാം കയറി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഈ പുന്നച്ചേരി ഏരിയയിൽ തന്നെ ഒരുപാട് കട്ടറുണ്ട്, ചെറിയ ചെറിയ കുഴികൾ. അത് വെട്ടിച്ചിട്ട് പോകുന്ന ഒരുപാട് ആളുണ്ട്. അപ്പോൾ എന്തായാലും ആക്സിഡൻറ്റ് നടക്കും എന്തായാലും. ആണ് അത്രയും സ്പീഡിലാണ് വണ്ടി പായുന്നത്. KSTP റോഡിൽ 2 കോടി രൂപ ചെലവഴിച്ച് സുരക്ഷാ പദ്ധതി ഒരുക്കിയിട്ടും ബലമില്ലാതെയായി. ക്യാമറകൾ പലതും കണ്ണടച്ചു. സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല. ഇനിയും ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ആവശ്യമായ സുരക്ഷാ നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് കൂടുതലും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. KSTP റോഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള അപകടങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ വാഹനമോടിക്കുക. അപകടരഹിതമായ റോഡുകൾ നമുക്കുണ്ടാകട്ടെ. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചൂട്ടാട് പുതിയ വളപ്പിൽ വീണ്ടും കള്ളക്കടൽ. കരയിലേക്ക് വെള്ളം ഇരച്ചു കയറി. കടലിൽ ഇറങ്ങുന്നവരെ ലൈഫ് ഗാർഡ് തടഞ്ഞു. ചൂട്ടാട് ബീച്ച് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിനും നഷ്ടമുണ്ടായി. മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് പുതിയ വളപ്പിൽ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം. ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രതിഭാസമുണ്ടായപ്പോൾ 200 മീറ്ററോളം കടൽ കവർന്നിരുന്നു. ചൂട്ടാട് ബീച്ച് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിനും നഷ്ടമുണ്ടായി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലിൽ ഇറങ്ങുന്നവരെ ലൈഫ് ഗാർഡ് അഖിൽ M. നായർ തടഞ്ഞത് അപകടങ്ങൾ ഒഴിവാക്കി. തിരമാല കരയിലേക്ക് അടിച്ചു കയറുന്നത് കാണാൻ പാർക്കിലെത്തിയവർ തിരക്കുകൂട്ടുന്നുണ്ടായിരുന്നു. ചൂട്ടാട് പുതിയ വളപ്പ് ഭാഗത്തുള്ള ആളുകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. ഇപ്പം ഉപ്പുവെള്ളമൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലമാകുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതലുള്ള ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. മഴക്കാലം ഇവിടെ കടൽ ഭിത്തി ഇടാത്തതുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഏറെ പണിപ്പെട്ടാണ് പാർക്ക് അധികൃതരും ലൈഫ് ഗാർഡും കടലിൽ ഇറങ്ങിയവരെ പിന്തിരിപ്പിച്ചത്. കൂറ്റൻ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചതിനെ തുടർന്ന് തീരദേശവാസികൾ ജാഗ്രതയോടെയാണ് കഴിഞ്ഞത്. മത്സ്യബന്ധന ബോട്ട്, വള്ളം എന്നിവ നിശ്ചിത അകലത്തിൽ സുരക്ഷിതമായി കെട്ടിയിടാനും നിർദ്ദേശമുണ്ടായിരുന്നു. ചൂട്ടാട് പുതിയ വളപ്പ് പ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസ് മെയ് 1 മുതൽ 5 വരെ നടക്കും. മെയ് 1 രാവിലെ 7:30 പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നവാസ് ചേലേരി പ്രഭാഷണം നടത്തും. മെയ് 1 രാവിലെ 7:30 പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ കാറമേൽ മഖാം ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. നവാസ് ചേലേരി പ്രഭാഷണം നടത്തും.
മെയ് 2 രാത്രി 7:30 സ്വലാത്ത് വാർഷികത്തിന് ശൈഖുന ചെറുമോത്ത ഉസ്താദ് നേതൃത്വം നൽകും. മെയ് 3 വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം ഖത്തം ദുബായിക്ക് അഷ്റഫി ദാരിമി പാലായി നേതൃത്വം നൽകും. രാത്രി 7:30 ബുർദ ഖവാലി ഇശക് മജ്ലിസ് നടക്കും. മെയ് 4 ശനിയാഴ്ച രാത്രി 7:30 UK മുഹമ്മദ് ഹനീഫ് നിസ്വാമി മൊഗ്രാൽ മതപ്രഭാഷണം നടത്തും. മെയ് 5 ഞായറാഴ്ച ലുഹർ നിസ്കാരാനന്തരം മൗലിദ് മജ്ലിസിന് സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ ചന്തേര നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. രാത്രി 9 മണിക്ക് ദിക്ർ സ്വലാത്ത് മജ്ലിസും കൂട്ടുപ്രാർത്ഥനയും നടക്കും. സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ-അസ്വരി പട്ടാമ്പി നേതൃത്വം നൽകും. ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് ഹസൻ ഖുദവി, എ മുത്തലിബ, എൻ അസീസ് ഹാജി, CH യാസിൻ, എൻ ഹാഷിം, അബ്ദുറഹ്മാൻ PP, കെ ജുനൈദ്, കെ മുസ്തഫ ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓറ ഹോം സൊല്യൂഷൻസിന്റെ നവീകരിച്ച ഷോറൂം കൂടുതൽ സ്റ്റോക്കോടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വിപുലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ഓറ ഹോം സൊല്യൂഷൻസിന്റെ നവീകരിച്ച ഷോറൂം എടാട്ട് പെരുമ്പാലത്തിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഓറ ഹോം സൊല്യൂഷന്റെ ഉദ്ഘാടനം അളകനന്ദയും ആദ്യ വിൽപ്പന രമാദേവി കേളോത്തും ലക്ഷ്മണൻ പെരുമ്പട്ടിയും ചേർന്ന് നിർവഹിച്ചു. EV സന്തോഷ്, രതീഷ് പയ്യന്നൂർ, മിഥുൻ പയ്യന്നൂർ, അനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സാനിറ്ററി വെയേഴ്സ്, CP ഫിറ്റിംഗ്സ്, പെയിന്റ്സ്, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽസ്, ക്രോക്കറി എന്നിവയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി ഓറ ഹോം സൊല്യൂഷൻസിൽ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ വിപുലമായ കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ഓറ ഹോം സൊല്യൂഷൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8848030064 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കുട്ടികൾക്ക് വേനലവധിക്കാലം സർഗാത്മകമാക്കാൻ ചിത്രകലാ പരിശീലന ക്യാമ്പ് ഒരുക്കി തൃക്കരിപ്പൂർ തങ്കയം ടാലന്റ് ആർട്സ് സെന്റർ. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചിത്രകലാ തൽപരരായ 60ഓളം കുട്ടികൾക്കായാണ് ഏകദിന പരിശീലനം നൽകിയത്. ജലച്ചായം, പേപ്പർ കൊളാഷ്, ചാർക്കോൾ എന്നിവ മാധ്യമമാക്കി വിവിധ പ്രായങ്ങളിലുള്ള കുരുന്നുകൾ ചിത്രങ്ങൾ വരച്ചു. ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് സജീന്ദ്രൻ കാറടുക്ക ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വളരെ നമ്മുടെ കാലാവസ്ഥ വളരെ ചൂടുള്ള ദിവസങ്ങളിലും ഇന്നൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ച ഈ ആത്മാർത്ഥത കാണിച്ച ഈ സംഘാടകർക്ക് എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക്
ഭാവിയിൽ നല്ലൊരു നിറമുള്ള നല്ല വരയോട് സ്നേഹമുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്രകലാ പരിശീലന ക്യാമ്പ് കോർഡിനേറ്ററും ചിത്രകാരിയുമായ ഷീബ ബാബു അധ്യക്ഷത വഹിച്ചു. ഉപരിപഠനത്തിൽ സർഗാത്മകതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിൽ അശാന്തം സംസ്ഥാന അവാർഡ് ജേതാവ് വിപിൻ വടക്കിനിയിൽ ക്ലാസ് എടുത്തു. ഷിഹാസ് ഉദിനൂർ, സിമി പ്രദീപ്, VK സിന്ധു, മനോജ് തൃക്കരിപ്പൂർ എന്നിവർ പ്രസംഗിച്ചു. കാനായി ജോളി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജോളി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ ആദ്യഘട്ട സമാപനം വിവിധ പരിപാടികളോടെ നടന്നു. കാനായി ജോളി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 31 മുതൽ ജോളി ഗ്രൗണ്ടിൽ നടന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ ആദ്യഘട്ട സമാപനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ക്യാമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 80ഓളം പേർ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനൂപ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. 1 മാസം നീണ്ടുനിന്ന കോച്ചിംഗ് ക്യാമ്പ് മുൻ ഇന്ത്യൻ വനിതാ ടീം കോച്ച് T ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രകാശൻ NV, ലക്ഷ്മണൻ NV, ഗിതേഷ് MK, ഷൈമ KP എന്നിവരാണ് നയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനും റണ്ണേഴ്സിനുമുള്ള ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ 8ാം ദിവസം ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് B ടീമിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നെരൂദ നടക്കാവ് വിജയിച്ചു. ടൈബ്രേക്കറിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പു സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്ദിത്ത് ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ 80,000 രൂപ ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ 8ാം ദിവസം ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് B ടീമിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നെരൂദ നടക്കാവ് വിജയിച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിത സമനിലയിലായതിനാൽ ടൈബ്രേക്കറിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. കുന്നരു AUP സ്കൂൾ പ്രധാനാധ്യാപകൻ PV വിനോദ് കുമാർ വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടു. സോക്കർ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം പടേനി രവീന്ദ്രൻ, സംഘാടക സമിതി അംഗം പടേനി രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥിയോടൊപ്പം കളിക്കാരെ പരിചയപ്പെടുന്നതിന് അനുഗമിച്ചു. നെരൂദ നടക്കാവിന്റെ ഗോൾ കീപ്പർ അഭിനവ് ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം സോക്കർ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി NB സുകേഷിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 5 പേർ മരിച്ചു. മരിച്ചത് പുത്തൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ. ഒരാൾ കാലിച്ചാനടുക്കം സ്വദേശി. അപകടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പുത്തൂർ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി 4 പേരുടെ വിയോഗം. പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തി. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആവശ്യത്തിന് ഫ്രീസറുകളില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ചെറുകുന്നിൽ അപകടത്തിൽ മരിച്ചവരിൽ 3 പേരുടെ മൃതദേഹം സൂക്ഷിച്ചത് സ്ട്രക്ചറിൽ. ആവശ്യത്തിന് ഫ്രീസർ ഒരുക്കണമെന്ന് ആവശ്യം. പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസ് മെയ് 1 മുതൽ 5 വരെ നടക്കും. മെയ് 1 രാവിലെ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.